സംഖ്യ 6-ാം അധ്യായം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേല്യരോട് പ്രഖ്യാപിച്ചു പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ കർത്താവിന് വേണ്ടി വിരക്തി പാലിക്കുന്നതിന് നാസീർ വ്രതം നേരാൻ മുതിരുന്നെങ്കിൽ വീഞ്ഞിൽ നിന്നും ലഹരി പാനീയത്തിൽ നിന്നും അയാൾ വിട്ടുനിൽക്കണം. വീഞ്ഞിൻ്റെ വിനാഗിരിയും ലഹരി പാനീയത്തിൻ്റെ വിനാഗിരിയും അയാൾ കുടിക്കരുത്. ദ്രാക്ഷാരസമൊന്നും പാനം ചെയ്യരുത്. മുന്തിരിഫലങ്ങൾ പച്ചയായോ ഉണക്കയായോ ഭക്ഷിക്കുകയുമരുത്. വീഞ്ഞിനുള്ള മുന്തിരിച്ചെടിയിൽ നിന്ന് ഉത്ഭവിച്ചതൊന്നും കുരു മുതൽ തൊലി വരെ അല്പം പോലും തൻ്റെ നാസീർ ദിനങ്ങളിലുടനീളം അയാൾ തിന്നരുത്. നാസീർ വ്രതനാളുകൾ അത്രയും അയാളുടെ തലയിൽ ക്ഷൗരക്കത്തി ഓടരുത്. കർത്താവിനായി വിരക്തി പാലിക്കുന്ന കാലമത്രയും അയാൾക്ക് വിശുദ്ധിയുണ്ടായിരിക്കണം. അയാൾ തൻ്റെ ശിരോജട വളർത്തണം. കർത്താവിനായി അയാൾ വിരക്തി പാലിക്കുന്ന കാലമത്രയും മൃതശരീരത്തിനരികെ അയാൾ പോകരുത്. തൻ്റെ പിതാവോ മാതാവോ സഹോദരനോ സഹോദരിയോ മരിക്കുമ്പോൾ അവരെ പ്രതി അയാൾ തന്നെ മലിനമാക്കരുത്. എന്തെന്നാൽ തൻ്റെ ദൈവത്തോടുള്ള വ്രതചിഹ്നം അയാളുടെ ശിരസിലുണ്ട്. തൻ്റെ വ്രതകാലമത്രയും അയാൾ കർത്താവിന് വിശുദ്ധനാണ്. ഒരുവൻ അയാളുടെ തൊട്ടടുത്ത് പൊടുന്നനെ മരിക്കുകയാണെങ്കിൽ അയാളുടെ വ്രതശിരസ് മൃതൻ മലിനമാക്കും. തൻ്റെ ശുദ്ധീകരണ ദിനത്തിൽ അയാൾ തൻ്റെ ശിരസ് മുണ്ഡനം ചെയ്യണം. 7-ാം ദിവസമാണ് അയാൾ അത് മുണ്ഡനം ചെയ്യേണ്ടത്. 8-ാം ദിവസം അയാൾ 2 ചെങ്ങാലികളെയോ 2 പ്രാവിൻ കുഞ്ഞുങ്ങളെയോ പുരോഹിതൻ്റെ അടുത്ത് സമാഗമകൂടാര വാതിൽക്കൽ കൊണ്ടുവരണം. പുരോഹിതൻ അവയിലൊന്നിനെ പാപമുക്തിയാഗമായും മറ്റേതിനെ ഹോമയാഗമായും അർപ്പിച്ച് ജഡം മൂലമുണ്ടായ പാപത്തിന് അയാളെ പ്രതി പരിഹാരം ചെയ്യണം. ആ ദിനം തന്നെ അവൻ അയാളുടെ ശിരസ് പവിത്രമായി പ്രഖ്യാപിക്കുകയും വേണം. കർത്താവിനുള്ള തൻ്റെ വ്രതദിനങ്ങൾ അയാൾ പുനരാരംഭിക്കണം. 1 വയസ്സുള്ള ചെമ്മരിയാട്ടിൻമുട്ടനെ പ്രായശ്ചിത്തയാഗമായി കൊണ്ടുവരണം. അയാളുടെ വ്രതം മലിനമായി പോയതുകൊണ്ട് മുൻദിനങ്ങൾ പാഴായിപ്പോയിരിക്കുന്നു. ഇതാണ് നാസീർ വ്രതമെടുത്തയാളെ സംബന്ധിക്കുന്ന നിയമം. തൻ്റെ വ്രതകാലം മുഴുമിക്കുന്ന ദിവസം അയാളെ സമാഗമ കൂടാര വാതിൽക്കൽ കൊണ്ടുവരണം. അയാൾ കർത്താവിന് തൻ്റെ കാണിക്കയായി കാഴ്ചവയ്ക്കേണ്ടത് ഹോമയാഗത്തിന് 1 വയസ്സുള്ള തികവുറ്റ ഒരു ചെമ്മരിയാട്ടിൻമുട്ടൻ, പാപമുക്തിയാഗത്തിന് 1 വയസ്സുള്ള തികവുറ്റ ഒരു പെൺചെമ്മരിയാട്, സമാധാനയാഗത്തിന് തികവുറ്റ ഒരു മുട്ടാട് എന്നിവയും 1 കുട്ട പുളിപ്പില്ലാത്ത അപ്പം, നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ അടകൾ, എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത നേർത്തയപ്പം എന്നിവയും അവയുടെ ധാന്യയാഗവും അവയുടെ പാനീയയാഗവുമാണ്. അയാളുടെ പാപമുക്തിയാഗവും ഹോമയാഗവും കർത്തൃസന്നിധിയിൽ കൊണ്ടുവന്ന് പുരോഹിതൻ സമർപ്പിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ കുട്ടയ്ക്ക് പുറമേ പുരോഹിതൻ മുട്ടാടിനെ സമാധാനബലിയായി കർത്താവിന് സമർപ്പിക്കണം. അതിൻ്റെ ധാന്യയാഗവും പാനീയയാഗവും അർപ്പിക്കുകയും വേണം. തുടർന്ന് നാസീർ തൻ്റെ വ്രതശിരസ് സമാഗമ കൂടാര വാതിൽക്കൽ വെച്ച് മുണ്ഡനം ചെയ്യണം. അയാൾ തൻ്റെ വ്രതശിരസിലെ മുടിയെടുത്ത് സമാധാനബലിയുടെ കീഴെ തീയിലിടണം. നാസീർ വ്രതം മുണ്ഡനം ചെയ്തു കഴിയുമ്പോൾ പുരോഹിതൻ മുട്ടാടിൻ്റെ വേവിച്ച കൈക്കുറകും കുട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരടയും പുളിപ്പില്ലാത്ത നേർത്തയപ്പവും എടുത്ത് അയാളുടെ കരതലങ്ങളിൽ കൊടുക്കണം. പുരോഹിതൻ അവയെ കർത്താവിന് നീരാജനമൊഴിയണം. അത് നീരാജന നെഞ്ചിനും കാണിക്കക്കുറകിനുമൊപ്പം പുരോഹിതനുള്ള വിശുദ്ധ വസ്തുവാണ്. തുടർന്ന് നാസീറിന് വീഞ്ഞു കുടിക്കാം. തൻ്റെ കഴിവനുസരിച്ച് നൽകുന്നതിന് പുറമെ തൻ്റെ വ്രതത്തെ പ്രതി കർത്താവിന് ഒരു വഴിപാട് നേരുന്ന നാസീറിൻ്റെ നിയമം ഇതാണ്. താൻ നേർന്ന നേർച്ചയനുസരിച്ച് തൻ്റെ വ്രതനിയമത്തെ പ്രതി അവൻ ഇപ്രകാരം ചെയ്യണം. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ അഹറോനോടും അവൻ്റെ പുത്രന്മാരോടും ഇപ്രകാരം പ്രസ്താവിക്കുക, നിങ്ങൾ ഇസ്രായേല്യരെ ആശീർവദിച്ച് അവരോട് ഇങ്ങനെ പറയുവിൻ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് പ്രകാശിപ്പിക്കുകയും നിന്നിൽ കനിയുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിന്റെ നേർക്ക് ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. അങ്ങനെ അവർ എൻ്റെ നാമം ഇസ്രായേല്യരുടെ മേൽ സ്ഥാപിക്കും. അപ്പോൾ ഞാൻ അവരെ അനുഗ്രഹിക്കും.